അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളിൽ ഇറാനിൽ മരണം 1230 ആരോഗ്യ സംവിധാനങ്ങൾക്ക് കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. 11 ആശുപത്രികൾ ആക്രമിച്ചതായി ഇറാൻ അറിയിച്ചു. അധികാരം കൈമാറാൻ ഇറാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് നാടുകടത്തപ്പെട്ട ഷാ രാജകുമാരൻ റിസ പഹൽവി ആവശ്യപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇന്നും ഇറാന്റെ ആക്രമണമുണ്ടായി. അതേസമയം അസർബൈജാനിലെ വിമാനത്താവളം ആക്രമിച്ചതിൽ പങ്കില്ല എന്ന് IRGC വ്യക്തമാക്കി. കടുത്ത കുടിവെള്ള വൈദ്യുതിക്ഷാമമാണ് ഇറാനിൽ നേരിടുന്നത്. ഫൈസൽ ഹംസ വിവരങ്ങളുമായി ചേരുകയാണ്. ഫൈസൽ, ഒരു ആഭ്യന്തര അധികാര കൈമാറ്റം ലക്ഷ്യമിടുകയാണ് അമേരിക്ക എന്നുള്ളത് വ്യക്തമാണ്. പഹൽവിയുടെ ഭാഗത്തു നിന്നുകൂടി ആ പ്രതികരണം വരുന്നു. ഇറാൻ വഴങ്ങും എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് പോലുമില്ലല്ലോ. പക്ഷേ അവിടെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, കുടിവെള്ളം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, വൈദ്യുതി, ഇന്റർനെറ്റ്, ജനങ്ങളുടെ സുരക്ഷ, ആശുപത്രി സംവിധാനങ്ങൾ എല്ലാം വെല്ലുവിളിയാണ്. തീർച്ചയായും മാധു, പക്ഷേ റസ പഹ്ലവി പറയുന്നത് അദ്ദേഹത്തിന് അധികാരം കൈമാറണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് അധികാരം കൈമാറണമെന്നാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് എന്തായാലും ഇറാൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അത് വ്യക്തമായി അറിയുകയും ചെയ്യാം. ആദ്യ ഘട്ടത്തിൽ അദ്ദേഹം റസ പഹ്ലവിയെ അവിടെ കുടിയിരുത്താനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതിൽ നിന്ന് ട്രംപ് തന്നെ പിന്നാക്കം പോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാനിൽ തന്നെയുള്ള ആരെങ്കിലും ആ സ്ഥാനത്തേക്ക്, ഖമനയുടെ സ്ഥാനത്തേക്ക് വരണമെന്നാണ് ട്രംപിൻ്റെ തന്നെ ഏറ്റവും പുതിയ ആവശ്യമായി വന്നിട്ടുള്ളത്. പക്ഷേ റസ പഹ്ലവി പറയുന്നത് ഖമനയുടെ ഒരു പിൻഗാമിയെ പ്രഖ്യാപിച്ചാലും അത് നിയമപരമല്ല, അതിന് സാധുതയില്ല എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷേ ഇറാനിലെ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണ്. ആശുപത്രികൾക്കെതിരെ നിരന്തരമായ ആക്രമണം ഉണ്ടാകുന്നു. 11 ആശുപത്രികൾ ആക്രമിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. അത് ഏതാണ്ട് WHO, ലോകാരോഗ്യ സംഘടന ശരിവെക്കുന്നുമുണ്ട്. 13 ആക്രമണങ്ങൾ നടന്നു എന്ന് അവരും പറയുന്നു. മാത്രമല്ല ഇറാനിലെ ഏറ്റവും സുപ്രധാനമായ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് നേരെയും ആക്രമണമുണ്ടായി. വലിയ ആളപായമുണ്ടായിരിക്കുന്നു. 1230 മാറിയിരിക്കുന്നു മരണം. ഒപ്പം തന്നെ വലിയ ദുരന്തമുണ്ടാക്കുന്ന രീതിയിൽ കുടിവെള്ളക്ഷാമമുണ്ട്. വലിയ രീതിയിൽ കുടിവെള്ളം സംഭരിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഇറാന്റെ ആക്രമണം ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ തുടരുകയാണ്. ഏറ്റവും ഒടുവിലായി ബഹ്റൈനെതിരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇന്ന് തന്നെ സൗദിക്കെതിരെ ആക്രമണം നടന്നു, ഖത്തറിനെതിരെ ആക്രമണം നടന്നു, UAE-ക്കെതിരെ ആക്രമണം നടന്നു, കുവൈത്തിനെതിരെയും ആക്രമണം നടന്നു. ഒമാനെതിരെ മാത്രമാണ് ഇന്ന് ആക്രമണം നടക്കാതിരുന്നത്. പക്ഷേ അസർബൈജാനെതിരെ ഇന്നൊരു ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സൈപ്രസിലേക്ക് വന്ന ഡ്രോണും ഇറാൻ്റേതല്ല എന്ന് ബ്രിട്ടനും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഒമാനെതിരെയും തങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ ആക്രമണങ്ങൾക്കെല്ലാം ഇടയ്ക്ക് വലിയ രീതിയിലുള്ള മറ്റേതൊക്കെയോ തരത്തിലുള്ള ആക്രമണങ്ങളും നടക്കുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഹോർമുസ് കടലിടുക്കിലെ സ്ഥിതിഗതികൾ അതിസങ്കീർണമായി തുടരുകയാണ്. ഏതാണ്ട് 23,000-ഓളം ഇന്ത്യക്കാർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാധു.